നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഉണ്ണി ഗണപതിയുടെ ഒരു മലയാള ദ്രാവിഡ മന്ത്രമാണ്. ഏറെ ശക്തിയുറ്റതും പല പല പ്രയോഗങ്ങൾക്കും ഉതകുന്നതുമായ ഈ മന്ത്രം പ്രത്യേകിച്ച് ചാത്തൻ്റെയും യക്ഷിയുടെയും ഉപദ്രവം ശമിപ്പിക്കുവാനാണ് ഉപയോഗിക്കുന്നത്. ചാത്തനെ ബന്ധിക്കുവാനും ചാത്തൻ്റെ ഉപദ്രവം എന്നേക്കുമായി ഇല്ലാതാക്കുവാനും ഈ മന്ത്രത്തിൽ ഏറ്റവും സിദ്ധിയുണ്ട്. ഇന്ന് കണ്ടുവരുന്ന കൂടുതൽ ബാധകളും ചാത്തനും കുട്ടിച്ചാത്തനും വിഷ്ണുമായ കരിങ്കുട്ടി തുടങ്ങിയ മൂർത്തികളുടെ ദോഷങ്ങളാണ് മിക്കവരുടെയും കണ്ടുവരുന്നത്. അതിന് ഈ മന്ത്രം ഏറ്റവും ഒരു രക്ഷാമന്ത്രം കൂടിയാണ്. ഉണ്ണി ഗണപതി എന്ന് നമ്മൾ ആ മൂർത്തിയെ കാണുന്നത് കുട്ടിച്ചാത്തനെ പോലെ തന്നെ ഗണപതിയുടെ ബാലഭാവത്തെയാണ്. അതുകൊണ്ട് ഈ മൂർത്തിയും കുറച്ച് ഉഗ്രതയും വേഗം പ്രസാദിക്കുകയും അതുപോലെ തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ദർശിക്കാൻ സിദ്ധിയുടെ പരമോന്നതിയിലെത്തുമ്പോൾ കഴിയും എന്നാണ് പറയുന്നത്. എന്നാലും ഈ മന്ത്രമൂർത്തിയുടെ സാന്നിധ്യം എപ്പോഴും നമുക്ക് ഈ മന്ത്രത്തിൻ്റെ നമ്മൾ ശക്തി കൂടുന്നതനുസരിച്ച് നമുക്ക് അടുത്തു വരുന്നത് പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. മന്ത്രം പറയുന്നു: ഓം കിഴക്ക് ഉദയമാന പർവ്വതത്തിന്മേൽ കൊമ്പും തലയും തുമ്പിക്കൈയും വെച്ച് പടിഞ്ഞാറ് അസ്തമന പർവ്വതത്തിന്മേൽ കാലും വാലും വെച്ച് തെക്കു ശ്രീ കൈലാസ പർവ്വതത്തിന്മേൽ വലംപള്ളയും തട്ടി അലച്ചു വടക്ക് മഹാമേരു പർവ്വതത്തിന്മേൽ ഇടംപള്ളയും തട്ടി അലച്ച് ഉച്ച ആകാശത്തോട് മുതു അലച്ച് അങ്ങനെ ഇരിക്കുന്ന ഉണ്ണിശ്രീ മഹാഗണപതിയെ ഞാൻ പഠിച്ചു സേവിക്കുമ്പോൾ സർവമുഹൂർത്ത കുട്ടിച്ചാത്തന്മാരെയും യക്ഷി ഗന്ധർവന്മാരെയും തുമ്പിക്കരത്താൽ ചുറ്റിപ്പിടിച്ച് ഒറ്റക്കൊമ്പൻ കുത്തി ചീന്തിയൻ കയ്യിലടക്കമാക്കി തരിക. സ്വാമി ഗുരുവിനാണ് സ്വാഹ. ഒരു ഉഗ്രമന്ത്രമാണ് ഇത്. 333 തവണ ജപിച്ച് മന്ത്രബലം വരുത്തേണ്ടതാണ്. അതോടെ തന്നെ സർവ കുട്ടിച്ചാത്തൻ ബാധ ഉപദ്രവം ശമിക്കും. അതുപോലെ വിഷ്ണുമായയുടെ നമുക്ക് ബാധയായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു യക്ഷീബന്ധം കൂടിയുള്ള മൂർത്തിയായതുകൊണ്ട് അതിൻ്റെ ബാധയും ശമിക്കുന്നതാണ് വേഗം. ഇതിൻ്റെ പ്രയോഗങ്ങൾ നടത്തണമെങ്കിൽ കൂടുതൽ ഗുരുപദേശത്തോടു കൂടി ഇത് ചെയ്യേണ്ടതാണ്. ഇതിന് നമ്മൾ 333 തവണ ജപിച്ച് വിളക്കും തിരിയും വെച്ച് ഗണപതിക്ക് ഇഷ്ടപ്പെട്ട കള്ള, അപ്പം, അട, അവൽ, അതുപോലുള്ള മാങ്ങ, ചക്കപ്പഴം തുടങ്ങിയവ നിവേദിച്ച് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് ആവശ്യം പറയുന്നതുകൂടി ബാധാ ഉപദ്രവങ്ങൾ പൂർണ്ണമായി ശമിക്കുന്നതാണ്. പ്രയോഗങ്ങൾ ഗുരുപദേശത്തോടു കൂടി മാത്രം ചെയ്യുന്നതായതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. നമസ്കാരം.